ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ രാവിലെ തന്നെ കുറച്ച് കോവയ്ക്ക പറിക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമ്മൾ ഒരു 3-4 തടം കോവരിട്ടിട്ടുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യങ്ങൾക്ക് മാത്രം കിട്ടുന്നൊക്കെ രീതിയിൽ അത്യാവശ്യം കിട്ടും കേട്ടോ. നല്ല വലിയ കോവയ്ക്കയാണ്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് തന്നെ ഉണ്ടെങ്കിൽ തന്നെ ഒരു ദിവസത്തേന് നമുക്ക് ഉണ്ടാകും. അപ്പം ഇപ്പോൾ വേനലായതുകൊണ്ട് ഭയങ്കര ഇലയെല്ലാം പോയി അങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് ദിവസമായി പറിച്ചിട്ട്, അതുകൊണ്ട് നല്ല കേടുള്ളതും വല്ലാതെ പഴുത്തതും ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ പറിച്ച് കളയണം, അതാണ് കൂടുതൽ നല്ലത്. ഇല്ലെങ്കിൽ പഴുത്തിരിക്കുന്ന സാധനത്തിലൊക്കെ ഈച്ചയൊക്കെ കുത്തിയിട്ടുണ്ടാവും. അപ്പോൾ അത് വീണ്ടും നല്ല ഫ്രഷായിട്ടുള്ളതിലേക്ക് ഇങ്ങനെ പോവും. അതുകൊണ്ട് നമ്മളതൊക്കെ പറിച്ച് തെങ്ങിൻ്റെ കുഴിയിൽ ഡിസ്പോസ് ചെയ്യുക. അതൊക്കെ കഴിഞ്ഞ് കോവയ്ക്കൊക്കെ പറിച്ചു. ചെറിയൊരു കോലകട്ടോ അത്യാവശ്യം തട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം മഴയായതുകൊണ്ട് പെട്ടെന്ന് കോവലിൻ്റെ തടത്തിൽ പുല്ലൊക്കെ കയറി കുറച്ച് ദിവസം കൊണ്ട് തന്നെ. ഇല്ലെങ്കിലും നമ്മൾ വേനൽക്കാലത്ത് നനച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പുല്ലൊക്കെ ഇങ്ങനെ ശക്തി പ്രാപിച്ചൊക്കെ ഇരുന്നത്. കോവയ്ക്ക് എന്നെ കളിപ്പിക്കാൻ മറ്റേ തട്ടിനകത്ത് കയറി ഒളിച്ചിരിക്കുന്നു. വിടുമോ ഞാൻ കഷ്ടപ്പെട്ട് തെങ്ങിൻ്റെ ഓലയൊക്കെ കുഞ്ഞു തെങ്ങായതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് ഓല വെട്ടി കളയത്തില്ല. അതെല്ലാം അതിൻ്റെ മണ്ടലുണ്ടായിരുന്നു. ഇതിൻ്റെ എല്ലാം ഇടയ്ക്കേറി ഒളിച്ചിരിക്കുന്നു. അത്യാവശ്യം നമ്മൾക്ക് 1-2 കറിക്കുള്ള സംഭവം കിട്ടിയിട്ടുണ്ട്. വലിയ കോവയ്ക്ക ഉണ്ട്, അരിഞ്ഞുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ആയിട്ട് രാവിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോരുന്നു. അത് കഴിഞ്ഞ് അന്ന് രാവിലെ നേരെ ഫുഡ് അടിച്ചു. കോവയ്ക്ക പറിച്ചു കൊടുത്തില്ല. മമ്മി ഉച്ചയ്ക്ക് കറി ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറിച്ചു കൊടുത്തിട്ട് നേരെ വന്ന് ഫുഡ് അടിയാണ്. പഴവും പുട്ടും. കറി ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ പുട്ട് കഴിക്കുള്ളൂ കേട്ടോ. ഒന്നെങ്കിൽ എന്തെങ്കിലും ചാറായിട്ടുള്ള കറി വേണം, ഇല്ലെങ്കിൽ ഇങ്ങനെ പഴം ഒക്കെ വേണം. രാവിലെ തന്നെ പുട്ട് വലിയ താല്പര്യമൊന്നുമില്ല, എങ്കിലും പുട്ടടിച്ചു. കൂടെ താല്പര്യമില്ലാത്തത് കൊണ്ട് കുറച്ച് മീൻകറി എടുത്തിട്ടുണ്ട്. ഇന്നലത്തെ നമ്മുടെ ചൂരൻ മീൻകറി ഉണ്ടായിരുന്നു. ഒരു പീസും കുറച്ച് ചാറും എടുത്തു. അതാകുമ്പോൾ പിന്നെ ഒരു എരിവും പുളിയൊക്കെ ഉള്ളതുകൊണ്ട് പഴം ചില്ലുമ്പം മധുരമൊക്കെയാവും, നമ്മളെങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് കഴിച്ചു പോകും. അതൊക്കെ കഴിഞ്ഞ് വീഡിയോ ഞാൻ ഫാസ്റ്റാക്കിയില്ല കേട്ടോ, അതുകൊണ്ടാണ് കുറച്ച് ഇതായിട്ട് പോകുന്നത്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ പഠിക്കാനിരുന്നു. പിന്നെ കുറച്ച് പരിപാടിയൊക്കെ നമ്മൾ ഇടയ്ക്ക് ചെയ്തു കേട്ടോ. എന്തെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞിരിക്കുമോ, പത്രം നോക്കുമോ, ഫോൺ വിളിക്കുമോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ കാണുമല്ലോ. അതൊക്കെ കഴിഞ്ഞ് വന്ന് മലയാളത്തിലെ പോർഷൻസാണ് ഞാൻ ആദ്യമേ തന്നെ പഠിച്ചത്. പോർഷൻസിൽ സന്ധിയാണ് പഠിച്ചത്. സന്ധിയിൽ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയാൽ നമുക്കറിയാം. സന്ധിയിൽ ഞാൻ ഇന്ന് 2 എണ്ണമാണ് തൊഴിൽവാർത്ത ഉണ്ടായിരുന്നത്. ലോകസന്ധിയും ആഗമസന്ധിയും. അത് 2 ടോപ്പിക്കാണ് ഞാൻ ക്ലിയറായിട്ട് പഠിച്ചത്. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കിയാൽ അറിയാം. ഒന്നെങ്കിൽ നമുക്ക് കൂടുതലും സന്ധിയിലാണ് പിരിച്ചെഴുത്ത് വരുന്നത്, പിരിച്ചെഴുത്തും ചേർത്തെഴുത്തുമൊക്കെ വരുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ അത് ചോദിക്കും, ഇല്ലെങ്കിൽ അത് കൊടുത്തിട്ട് ഏതാ സന്ധി എന്ന് ചോദിക്കും. അപ്പോൾ ഏതായാലും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഷുവറായിട്ടുണ്ടാകും. പണ്ട് എൻ്റെ ഒരു സ്റ്റഡി ഇതിൽ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധമാണ് മലയാളം നമുക്കറിയാമല്ലോ എന്ന് കരുതി ലാസ്റ്റ് ടൈമിലുള്ള പഠിത്തങ്ങളെ കാണുകയുള്ളൂ. അപ്പം കുഴപ്പമില്ല. 1-2 പ്രാവശ്യം എനിക്ക് ഭയങ്കര മലയാളത്തിന് മാർക്ക് കുറഞ്ഞു പോയിട്ടുള്ളൂ കേട്ടോ. അത് അങ്ങനെ ആയപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. പക്ഷേ ഇപ്രാവശ്യത്തെ നമ്മൾ എപ്പോഴും പഠിക്കുമ്പം ഏറ്റവും നല്ല ഒരു ബെസ്റ്റ് മെത്തേഡ് തന്നെയാണ് സിലബസ് എപ്പോഴും നമ്മുടെ കയ്യിൽ വേണം. അതൊന്നെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുത്ത്, പിന്നെ ചിലരൊക്കെ എഴുതിയെടുക്കുന്നവരായിരിക്കും. ഞാൻ എഴുതിയെടുക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രിൻ്റ് ഔട്ട് എടുക്കുകയാണ് നല്ലത് കേട്ടോ. ഇല്ലെങ്കിൽ അത് നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേനും ഒരു ഇറിറ്റേഷൻ വരുന്നതുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ തൊഴിൽ വാർത്തയോ തൊഴിൽ വീതിയോ ഒക്കെ വാങ്ങിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു എക്സാമിന് മുമ്പായിട്ട് ഏതെങ്കിലും ഒരു ലക്കത്തിൽ അവർ നമ്മുടെ സിലബസ് കംപ്ലീറ്റ് കൊടുത്തിരിക്കും. അപ്പോൾ ആ ഒരു പോർഷൻ കറക്റ്റായിട്ട് എടുത്ത് നമ്മുടെ
എവിടെയെങ്കിലും ഫസ്റ്റ് തന്നെ കാണത്തക്ക രീതി വെച്ചാലും മതി, പ്രിൻ്റ് ഔട്ട് എടുക്കണമെന്നില്ല. അപ്പം അത് എടുത്ത് വെച്ചിട്ട് ഓരോ ടോപ്പിക്കും അതിനകത്ത് ക്ലിയറായിട്ട് കൊടുത്തിരിക്കുന്ന പോർഷൻസ് കവർ ചെയ്ത് പോവുക. അപ്പം ഇപ്പോഴത്തെ സിലബസ് നമുക്കറിയാം, പകുതി മാർക്ക് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം 50 മാർക്ക് കൊണ്ടുപോകും. അപ്പം ബാക്കി GK പോർഷൻസ് എല്ലാം കൂടിയാണ് നമുക്ക് 50 മാർക്ക് വരിക. അപ്പം മലയാളം, ഇംഗ്ലീഷും മാത്സും ഇപ്രാവശ്യം കട്ടയ്ക്ക് പഠിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് കട്ട് ഓഫ് കിടക്കാതിരിക്കുന്ന, പ്രിലിംസിനായാലും മെയിൻസിനായാലും നമ്മൾ കട്ട് ഓഫ് കിടക്കാതെ വരുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ആ ഒരു പോർഷൻസിൽ എന്നെ സംബന്ധിച്ച് ആ ഒരു പോർഷൻസിൽ വന്നിരിക്കുന്ന കുറവ് തന്നെയാണ് കേട്ടോ. കാരണം മറ്റേത് എനിക്ക് ഞാൻ ഒട്ടും പഠിക്കാത്ത ഒരു ഫീൽഡാണ് ഹിസ്റ്ററി, ഹയർ സ്റ്റഡീസിലൊന്നും. പക്ഷേ എങ്കിലും ഹിസ്റ്ററീസിൻ്റെയൊക്കെ കഥകൾ കേൾക്കാനും ആ ഒരു കഥയുടെ ലൂപ്പിൽ പഠിച്ചു പോകാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ഒരാളായതുകൊണ്ട് കഥ പിന്നെ നമ്മുടെ ജോഗ്രഫി അതിലൊക്കെ കുറച്ച് ഇൻട്രസ്റ്റ് കൂടുതലുള്ള ആളായതുകൊണ്ട് ടഫാണെങ്കിൽ പോലും ഞാൻ അതിലിരുന്ന് പഠിക്കുന്ന ഒരു ആളാണ് കേട്ടോ. അതുകൊണ്ട് GK പോർഷൻസ് കൂടുതൽ പഠിക്കും. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് പണി കിട്ടും, അതാണ് ഒരു വാസ്തവം. അതുകൊണ്ട് ഇപ്രാവശ്യം അത് വരരുത് മലയാളത്തിൻ്റെ കുറച്ച് സമയ പോർഷൻസും കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എല്ലാം നല്ല രീതിയിൽ നോക്കിക്കൊണ്ട് കുറച്ച് സമയമായി. അത് കഴിഞ്ഞ് എനിക്കൊന്ന് ബാങ്കിൽ പോകണമായിരുന്നു, അതുകൊണ്ട് ഞാൻ റെഡിയായി ബാങ്കിൽ പോയി. ബാങ്കിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും പതിവില്ലാതെ നല്ല തിരക്കായിരുന്നു. എനിക്ക് ടോക്കൺ തന്നെ 126 അങ്ങനെ ഏതാണ്ടാണ് എനിക്ക് കിട്ടിയത്. ഞാൻ ചെല്ലുമ്പോൾ ഒരു 90 സംതിങ് ആയതേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നല്ല കട്ട പോസ്റ്റായിരുന്നു. ബാങ്കിൽ ഇരുന്ന് പോസ്റ്റ് അടിച്ചു. അത് കഴിഞ്ഞിട്ട് വന്ന് പോന്നപ്പം പുറത്തുനിന്നും പെറോട്ട നല്ല കുറുമാക്കറി വാങ്ങിച്ചുകൊണ്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് കുളിച്ച് ഫ്രഷൊക്കെ ആയി കുറച്ച് നേരം ഒന്ന് കിടന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ അതുകൊണ്ട് പകൽ പഠിക്കാനൊന്നും കൂടുതലൊന്നും നിന്നില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഇപ്പം നോമ്പ് കാലമൊക്കെ ആണല്ലോ, പ്രയറൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് വന്ന് ഇരുന്നിട്ടാണ് പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ തൊഴിൽ വാർത്ത വരുന്ന പ്രീവിയസ് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചില സമയത്ത് ഞാൻ 100 ക്വസ്റ്റ്യൻസും അങ്ങനെ കംപ്ലീറ്റായിട്ട് ചെയ്ത് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് ചിലപ്പോൾ എനിക്ക് ബോറടിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളത്തിൻ്റെ പോർഷൻസ് തന്നെ 10 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്ത് പിന്നെ അതിൻ്റെ മാർക്കൊക്കെ നോക്കി തെറ്റുണ്ടെങ്കിൽ അതൊക്കെ പഠിച്ചിട്ട് പിന്നെ ഇംഗ്ലീഷിൻ്റെ 20 ക്വസ്റ്റ്യൻസ് ചെയ്യുക, മാത്സിൻ്റെ 20 ക്വസ്റ്റ്യൻസ് ചെയ്യുക. GK പോർഷൻസ് മിക്കപ്പോഴും 50 ക്വസ്റ്റ്യൻ ഒറ്റയടിക്ക് ചെയ്യും. ബാക്കിയുള്ളത് പാട്ടായിട്ട് സ്വിച്ച് ചെയ്ത് ഒക്കെ ആയിരിക്കും ചിലപ്പം മോക്ക് ടെസ്റ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്യുക. ചില സമയത്ത് ബോറടിക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. എങ്ങനെയെങ്കിലും തീർന്നു പോകണ്ടേ എന്ന് വിചാരിച്ചിട്ട്. ഇല്ലെങ്കിൽ നമുക്ക് 100 ക്വസ്റ്റ്യനിലേക്ക് എത്തിപ്പെടത്തുമില്ല. നമുക്ക് ബോറടിച്ച് എക്സാം ഹോളിൽ ഇരിക്കുന്ന പോലെ നമ്മൾ അറിയാമെങ്കിലും അറിയാൻ മേലേലും വായിച്ച് നോക്കി പോകാം എന്നൊരു മൈൻഡ് സെറ്റ് കാണാത്തതുകൊണ്ട് നമ്മളങ്ങനെ ഇട്ടിട്ട് പോകും. അങ്ങനെ GK പോർഷൻസൊക്കെ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ മലയാളത്തിൻ്റെ പോർഷൻസ് അല്ല മോക്ക് ടെസ്റ്റാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞായിരുന്നു. മലയാളത്തിൻ്റെ പോർഷൻസ് അല്ല, നമ്മുടെ മോക്ക് ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഇംഗ്ലീഷിൻ്റെ കുറച്ച് പോർഷൻസാണ് കേട്ടോ നോക്കിയത്. അത് വീഡിയോയിൽ വന്നിട്ടില്ല എന്ന് തോന്നുന്നു. ഇംഗ്ലീഷിന് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റാങ്ക് ഫയലോ മറ്റു കാര്യങ്ങളോ ഒന്നും നോക്കാറില്ല. ഞാനതിന് ബേസിക്കായിട്ട് നോട്ട്സ് എഴുതി വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യുക തന്നെയാണ്. ഓരോ ടോപ്പിക്സിനും കൃത്യമായിട്ട് നോട്ട് എഴുതി പോയാലേ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ നമുക്ക് അങ്ങോട്ട് പാച്ചപ്പ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പം കറക്റ്റായിട്ട് നമ്മൾ നോട്ട്സ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതായത് ആ ഒരു പോർഷൻസ് നമ്മൾ റെഫർ ചെയ്യുക. തൊഴിൽ വാർത്തയിലെ അതിൻ്റെ ടോപ്പിക്സ് ഇല്ലെങ്കിൽ നമ്മൾ മോക്ക് ടെസ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഞാൻ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ എനിക്ക് ഓടുന്നൊരു മെത്തേഡ്. അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.